മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇപ്പം ഒരു എനി യങ്സ്റ്റർ ഒരു ലോജിക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, കുറച്ച് VSTs ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം പക്ഷേ ഈ പറയുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ, പ്രോഗ്രാമേഴ്സായിട്ട് വരുന്നവർക്ക്. കുറച്ച് VSTs ഉണ്ട്, കുറച്ച് പ്ലഗിൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിച്ച് ടാക് ഇങ്ങനെ സാധനങ്ങൾക്ക് വരും. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബേസ് ഗിറ്റാറിൻ്റെ ടോൺ ഇട്ടിട്ട് വായിച്ചു, ഓക്കെ കൊള്ളാം അടിപൊളി. അതിന് മുകളിൽ ടിക്കറ്റക്ക എന്നൊരു പാട്ടുണ്ടായി, ആ പാട്ടായി. അതിനൊരു പ്രൊഡ്യൂസറായി ഒരു ഡയറക്ടറായി ഡിഷ് പാട്ട് കഴിഞ്ഞു. പക്ഷേ അതോടുകൂടി കഴിഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പോൾ വളരെ ഈസിയാണ്, ഇറ്റ്സ് ലൈക്ക് എ ഫാസ്റ്റ് ഫുഡ്, എനിബഡി ക്യാൻ ഡു മ്യൂസിക്. അപ്പം മ്യൂസിക്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ടെക്നോളജി എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ട്രാവലുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ജോൺസൺ മാഷ് ഈ ഒരു ഹാർമോണിയത്തിൻ്റെ സഹായത്തോടെ മാത്രം ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം ഈ ട്യൂണൊക്കെ കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? ആ ട്യൂൺ ഉണ്ടാകാതിരുന്ന ആ സമയത്ത് അദ്ദേഹം എത്രത്തോളം ആ ട്യൂണിന് വേണ്ടി തേഴ്സ്റ്റ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ദാഹം എന്തായിരുന്നു ആ ട്യൂണിലോട്ട്, അങ്ങനെയുള്ളൊരു നോട്ട്സിലോട്ട് എത്താനുള്ള അദ്ദേഹത്തിൻ്റെ ദാഹവും വേദനയും അദ്ദേഹത്തിൻ്റെ ട്രാവലും എത്രത്തോളം ആയിരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ ടെക്നിക്കലി നമ്മൾ വളരെ ഹൈ അഡ്വാൻസ്ഡ് ആണ്, എങ്കിൽ പോലും നമ്മൾ അന്നത്തെ ആ മ്യൂസീഷ്യൻസ് ട്രാവൽ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അവർ ആ ഒരു കമ്പോസിഷനിലോട്ട് എത്താൻ വേണ്ടി അവർ കേട്ടുമറന്ന ഗാനങ്ങളുടെ അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച പാതകളിലൂടെ നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ട്രാവലും കൂടി നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി നമ്പർ വൺ. അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നമ്മുടെ റൂട്ട്സും ബേസ്മെൻറ്റും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിബഡി ക്യാൻ ബി നമ്പർ വൺ. ആ ഒരു അല്ലാണ്ട് ഇന്നത്തെ ടെക്നോളജി എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്, ഇതിന് മുകളിൽ എന്തോ ഒരു പാട്ട് പാടി ഉണ്ടാക്കി, അത് 1-2 പാട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നും. ആ ഒരു റിസർച്ചിങ് മെൻറ്റാലിറ്റി, ഒരു ലിറിസിസ്റ്റ് ഒരു പാട്ട് എഴുതുകയാണെങ്കിൽ ആ പഴയ പാട്ടുകൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ലൈനിലോട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാ രീതിയിലും ഫിലിം മേക്കിംഗ് ആണെങ്കിലും പഴയ സച്ചിത്രയെ ഒരുപാട് വലിയ വലിയ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരുപാട് ഫിലിംസ് നമ്മൾ റെഫർ ചെയ്ത് എങ്ങനെ അത് എന്തുകൊണ്ട് എങ്ങനെ എന്തിന് എന്നുള്ള ചിന്ത എന്നും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രമേ പുതിയ ക്രിയേഷൻ ടാലൻറ്റ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വന്നു പോവും, അപ്പം തന്നെ പോവും. നമ്മൾ കാണുന്ന പോലെ പുതിയ തലമുറ പെട്ടെന്ന് വന്നു പോകുന്നത്. നമുക്കത് സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഈ ഒരു റിസർച്ച് ഉണ്ടായേ പറ്റൂ. അങ്ങനെ റിസർച്ച് ചെയ്തിരുന്നവരാണ് പഴമക്കാർ ഉണ്ടായിരുന്ന, പഴയ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നവരും ഇന്ന് പുതിയ തലമുറയിലുള്ള എല്ലാവർക്കും, പുതിയതായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ റിസർച്ച് മെൻറ്റാലിറ്റി കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിസർച്ച് ഉള്ളിടത്ത് മാത്രമേ ക്രിയേഷൻ ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും അനുകരിക്കുന്നുണ്ടല്ലോ, ഞാൻ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചുബ്ബ ഡ്രസ്സ്, ഭക്ഷണം, എല്ലാത്തിനും അനുകരണമുണ്ട്. മ്യൂസിക്കലി ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പം പലരും എന്നോട് പല ഇൻ്റർവ്യൂവിലും ചോദിക്കുകയുണ്ടായി, ഇപ്പം അനുകരിച്ചിട്ടുണ്ടെങ്കിൽ അനുകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. അനുകരിക്കുന്നത് അല്ലാണ്ട് ഒരു എന്താ പറയുക, നമുക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് കോപ്പി അടിച്ചല്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒബ്വിയസ്ലി ഞാൻ കോപ്പി അടിക്കാത്ത പാട്ടുകളും ഉണ്ട്. അപ്പം കോപ്പി അടിക്കുന്നതിന് അതിൻ്റെ റീസണും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതിൻ്റെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നാലും നല്ല പാട്ടുകൾ ചെയ്യുമ്പോൾ ഒരു പാട്ട് ഒരു വൈറലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. കാര്യം ഒരുപാട് പേരെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള പാട്ടുകളും ചെക്ക് ചെയ്യാമെന്ന് പറയും, അതിലും എന്തെങ്കിലുമൊക്കെ കോപ്പി ഉണ്ടാവുമായിരിക്കും. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് തന്നെ പറയാനുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഗതികേട് കൊണ്ട് ഒരിക്കലും നമ്മളിതൊരു കോപ്പി അടിച്ചിട്ടില്ല. പിന്നെ കോപ്പി അടിക്കുന്നവരുടെ ലിസ്റ്റ് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതൊക്കെ പാട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോപ്പി കാറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റുണ്ട്. അതിലോട്ട് കയറിയിട്ട് അതിലുള്ള ലിസ്റ്റ് വരുമ്പോൾ അതിലുള്ള വലിയ വലിയ മഹാരഥന്മാരുടെ ഇടയിൽ നിന്ന് എൻ്റെ പേരും കൂടി സെലക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും വൃത്തികേടായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നെവർ എക്സ്പെക്റ്റഡ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അതെപ്പോഴും ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പുതുമ വിത്ത് പഴമ വിത്ത് പുതുമ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളൊരു എക്സ്പെരിമെൻ്റൽ ജോണറിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാ കമ്പോസേഴ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യം. പിന്നെ അത് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ആഗ്രഹം പലർക്കും ഉണ്ട്, പക്ഷേ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ധൈര്യം അതാണ് ആർക്കും ഇല്ലാത്തത്. അതെനിക്ക് കുറച്ച് കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അല്ലാണ്ട് പാട്ടായിപ്പോയെന്നൊന്നും എഴുതില്ല ഒരു പാട്ടിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാക്കി തരണം എന്നാണ് പ്രാർത്ഥന. എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്, അതിനുള്ള ധൈര്യവും ഇപ്പോൾ എന്താ പറയുക, ആ ഒരു ധൈര്യമാണ്, പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് പോകാനുള്ള ധൈര്യം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ എല്ലാ ദിവസമുള്ള പ്രാർത്ഥന.
അങ്ങനെ ഒരു ധൈര്യം നമുക്ക് വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ആസ് എ ടെക്നീഷ്യൻ എനിക്ക് ഹാൻഡ് സിമറിൻ്റെ കൂടെയൊക്കെ പോയിരുന്ന് അദ്ദേഹം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ എങ്ങനെ കണ്ടു പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ അവരുടെ ഒരു ടൈപ്പ് ഓഫ് റെക്കോർഡിങ് ഇത്രയും ലൈവ് മ്യൂസിഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ടെക്നിക്കൽ സൈഡാണ്. അതെങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്നു, ഇത്രയും ഓർക്കസ്ട്ര എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്. സോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നെറ്റിലൂടെയൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും, ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതെങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ സിനിമകൾക്ക് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയും, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ ഇത് നമ്മൾ മരണം വരെ ചിലപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ടാകും. ഇപ്പോൾ നമ്മളൊരു പാട്ടിന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നാനുള്ളത് ഒരു തോന്നിയാസിയാവുക എന്നുള്ളതാണ്. നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ തോന്നിയ രീതിയിൽ ചെയ്യുക. നമ്മളുടെ തോന്നിയാസം ഏതൊരു കലാസൃഷ്ടി ചെയ്യുന്ന ഒരാളുടെയും അയാളുടെ മനസ്സിലുണ്ടാകുന്ന ചില തോന്നിയാസങ്ങളാണ് പിന്നീട് അതൊരു എന്താ പറയുക പലർക്കും ആസ്വദിക്കാവുന്ന രീതിയിലോട്ട് അതാകുന്നത്. സോ എനിക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നിയ വാസി എന്ന് പറയുന്നത് തെറ്റായിട്ട് കാണരുത്. അതായത് തോന്നിയ രീതിയിൽ വസിക്കുന്നവൻ. നമ്മളെല്ലാവരും തോന്നിയാസികളാണ്. കാര്യം നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള പോലെയാണല്ലോ ജീവിക്കുന്നത്. നമ്മളൊരാൾ വേറെ ആളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. ദാറ്റ് മീൻ അതൊരു തോന്നിയാസമാണ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള മ്യൂസിക് ഞാൻ ഉണ്ടാക്കുന്നു, അതെൻ്റെ തോന്നിയാസമാണ്. അപ്പോൾ അത് ആ രീതിയിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ മാക്സിമം ആ ഒരു പാറ്റേൺ ഇങ്ങനെ പോകണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കുന്നൊന്നുമല്ല. എനിക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായി പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമണന, മതകാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ പഠിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഫൈറ്റിൽ അമിതാഭ് ബച്ചന. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സുമായിട്ടും വളരെ നല്ല സിങ്കാണ്. രണ്ട് കല്ലെടുത്ത് വെക്കുമ്പോഴാണല്ലോ ഈ ഒരക്കലും ബഹളമൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ വെള്ളം ആ കല്ലിൻ്റെ ഷേപ്പ് അനുസരിച്ച് മാറും. ഞാൻ വെള്ളമാണ്, ഞാൻ ജസ്റ്റ് ലൈക്ക് വാട്ടർ. നമ്മൾ ഏത് ഡയറക്ടർ വന്നാലും അതിനനുസരിച്ച് നമ്മൾ മാറും. നമ്മുടെ അടുത്ത് എന്ന് വെച്ചാൽ പ്രോഗ്രാമറായിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ഡയറക്ടർമാരോട്, ഓരോ പ്രൊഡ്യൂസർമാരോട്, അല്ലെങ്കിൽ ഓരോ മ്യൂസിഷ്യൻസിനോട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് അവരവർക്ക് അനുസരിച്ച രീതിയിൽ നമ്മളെ മൈൻഡിനെ പെട്ടെന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പെട്ടെന്ന് മോഡിഫൈ ചെയ്യാനുള്ളൊരു പവറുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് വരുന്ന ഡയറക്ടർ പറയുന്ന ഇന്ന കാര്യമാണെങ്കിൽ അത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മാക്സിമം നമ്മൾ കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ മൂഡിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കുത്തു സോങ് വേണ്ടാന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഡയറക്ടർ വാണ്ട്സ് എ കുത്തു സോങ് തരും. അടിക്കും. ഓക്കെ, അതിനനുസരിച്ച് അപ്പം മൈൻഡ് അതിന് പ്രിപ്പയർ ആയി കഴിഞ്ഞു. പടാഫട്ട് കുത്തു സോങ് അടിക്കുന്നു. അപ്പം തന്നെ വേറൊരു ഡയറക്ടർ വേറൊരു പടത്തിന് സിറ്റുവേഷൻ ഒരു ഭയങ്കര സോഫ്റ്റ് മെലഡി ഒന്നും വേണമെന്ന്. അപ്പോൾ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് മാറും. അത് ആർട്ടിസ്റ്റ് ആയിരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ലാലേട്ടൻ ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടോ, ടേക്ക് പറയുമ്പോൾ അപ്പോൾ ആ മൂഡിലോട്ട് മാറുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതിന് ഇന്നൊരു കംഫർട്ടബിലിറ്റി എന്നല്ല, എല്ലാ ഡയറക്ടർമാരായിട്ടും നോക്കി ഇങ്ങനെയുള്ള കോംപ്രമൈസ് വരുമ്പോൾ പോലും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കളയാത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഈ അപകടം സംഭവിക്കുന്ന അവിടെയാണ്. പറഞ്ഞാൽ നമുക്ക് ഒരു ഡയറക്ടർ ഇങ്ങനെ പോകും, എനിക്ക് ഉദ്ദേശിച്ച് ഞാൻ മറ്റായിരുന്നു, പക്ഷേ ഈ ഡയറക്ടർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു പോയി, അതൊരു അപകടമായി പോയി എന്ന് വിചാരിക്കരുത്. എന്ത് പറഞ്ഞാലും അതിൽ നിന്നുകൊണ്ട് ആ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും അതിൽ നിന്നുകൊണ്ട് നമ്മളുടെ വ്യക്തിത്വം അവിടെ തെളിയിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്നെനിക്ക് തോന്നുന്നത്. അതിലോട്ടാണ് നമ്മളുടെ എല്ലാവരും യാത്ര. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മാത്രമേ ഞാൻ പുറത്തോട്ട് കൊടുത്തുള്ളൂ, എല്ലാം വിടൂല. അത് മാറ്റി ഞാൻ വേറെ ചെയ്യുള്ളൂ. ഒരിക്കലും ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അപകടം അബദ്ധം എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു. അതുകൊണ്ട് തന്നെ പൂർണ്ണം കൈവിട്ട് പോയിട്ട് അയ്യോ ഇവിടെ ഒരു ഫ്ലൂട്ട് ആഡ് ചെയ്യായിരുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യായിരുന്നല്ലോ. കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്, ഇനി നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടം സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് 10,000 പ്രാവശ്യം ആലോചിക്കാം, പക്ഷേ പടം റിലീസ് ആയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാലാണ്. അപ്പം അതിന് പ്രിപ്പറേഷനാണ് ആവശ്യം. നമ്മൾ പ്രിപ്പയർ ചെയ്ത സാധനം ഡെലിവറി ആയി കഴിഞ്ഞിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ എക്സാം എഴുതുന്നതിന് മുമ്പ് വരെ പഠിക്കാം, എക്സാം എഴുതി കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞൊരു കാര്യം. അത് വളരെ മണ്ടത്തരാണ്. അത് ചെയ്യുന്നതിൻ്റെ മാക്സിമം എൻ്റെ ഒരു മാക്സിമം സാറ്റിസ്ഫാക്ടറി ലെവലിൽ എത്തിയിട്ടുള്ള പ്രോജക്ട്സ് മാത്രമേ പുറത്ത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ.
അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു അപകടം ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല, ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. ഇപ്പോൾ രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭിക്ഷങ്കണ്ണെടുത്ത് മോഹൻലാൽ അടിക്കുന്ന പടത്തിൽ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഈ പാട്ട് ആക്ച്വലി ഹിൻസാന സബ്ദുള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ അത് രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടാണ്. സോ അങ്ങനെ ഒരു ഇതിനെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബാരിയറൊന്നുമില്ല. എനി മൂവി ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് സോങ്സ്. അങ്ങനൊരു ആ സിറ്റുവേഷൻ അതിനോടനുബന്ധിച്ച് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാഗറിലെ ജാക്കിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ടായി. അൻവറിൽ അങ്ങനെ ഒരു ബോംബൊക്കെ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒരു ഭയങ്കര വിയേഡായിട്ടുള്ളൊരു ഭയങ്കര ടെററിസ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നൊരു സബ്ജക്റ്റിൽ ഖൽബിലെത്തി പറഞ്ഞൊരു പാട്ട് വരുന്നു. ഇപ്പോൾ ബോംബെ എന്ന് പറഞ്ഞ സിനിമയിൽ മണിരത്നം സാർ ചെയ്യുന്നതിലായാലും ഒരുപാട് ഹെവി ഡോസ് സ്ക്രിപ്റ്റ് ഉള്ളപ്പോൾ തന്നെയാണ് കണ്ണാളനെ എന്ന് പറഞ്ഞ പാട്ട് വർക്കൗട്ട് ചെയ്തത്. ഇതൊന്നും നമ്മളുണ്ടാക്കിയത്, ഇതൊക്കെ പണ്ട് കാലം തൊട്ടുള്ളതാണ്. പടത്തിൻ്റെ ഭാവവും മൂഡും ഓരോ സ്ക്രിപ്റ്റിനനുസരിച്ച് മാറുന്നതിന് അനുസരിച്ച് തന്നെയാണ് മ്യൂസിക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മ്യൂസിക് ഡയറക്ടർ എനിക്കിവിടെ ഒരു സിറ്റുവേഷൻ വേണം, എനിക്കിവിടെ ഒരു മെലഡി സോങ് വേണം, അതുകൊണ്ട് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിനും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സ്ക്രിപ്റ്റ് എന്താണോ, സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ ഓഫ് എവ്രിബഡി ഇൻ ദ ഇൻഡസ്ട്രി. ആ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ബേസ്മെൻറ്റ്. അതിനു വേണ്ടിയാണ് എല്ലാവരും ടിൽ ദ എൻഡ് വർക്കൗട്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുന്നതും സാധാരണ പ്രേക്ഷകനോട് ചോദിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. എനിക്കങ്ങനെ ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് ഇന്ന സ്പെഷ്യൽ കാറ്റഗറി ഒന്നുമില്ല. ഞാനൊരു സാധാരണ പ്രേക്ഷകനെ പോലെ അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് ചായക്കടയിൽ കടയിൽ നിന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരു മനുഷ്യനാണ്. അവർ കൂടെ ഇരുന്ന് തന്നെയാണ് എനിക്ക് പാട്ട് കേൾക്കാനും താല്പര്യം. അവർ കേൾക്കുന്ന പാട്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ അത്തരത്തിൽ അവരോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഒരിക്കലും അവരൊന്ന് വേറിട്ട് പോയിട്ട് വേറൊരു ഗ്രഹത്തിൽ നിന്ന് വേറെ പാട്ടുണ്ടാക്കിക്കൊണ്ടിരാൻ എനിക്ക് താല്പര്യമില്ല. സാധാരണ മനുഷ്യനായി അവർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആനന്ദം. ഭാഗ്യം കൊണ്ട് എൻ്റെ പാട്ടുകളിലൂടെയും മാത്രം അറിഞ്ഞ ഒരു പേരായിരിക്കും എൻ്റെ. പലർക്കും എൻ്റെ പേരറിയും, പക്ഷേ എന്നെ കണ്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലിയാണ് ഇപ്പോൾ ചില പാട്ടുകളിലൊക്കെ ഞാനിങ്ങനെ പാടുന്നതായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ തിരിച്ചറിയാൻ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും അൺകംഫർട്ടബിൾ ആവുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് കൈൻഡ് ഓഫ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇങ്ങനെ കീപ്പപ്പ് ചെയ്തുകൊണ്ടാണെന്ന് സത്യമായിട്ടും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പലരും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്വപ്നം കണ്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ടാവും മുമ്പ്. പക്ഷേ ശരിക്കും ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. ഞാൻ പലരോടും എൻ്റെ അടുത്തൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സി ഐ എം നോട്ട് എനിബഡി, ഐ എം ജസ്റ്റ് ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ബീങ്. പ്ലീസ് ട്രീറ്റ് മീ ലൈക്ക് എ നോർമൽ ഹ്യൂമൻ ബീങ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായ കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ അത്രയും എന്താ പറയുക, അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ആളാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ പാട്ടുകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ മാത്രം ഒരു അംഗീകാരം കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു കാര്യം. ഇൻഡസ്ട്രിയിൽ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ദേവനൻ്റെ വലിയച്ഛൻ തന്നെയാണ്, അച്ഛൻ്റെ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുവിധ ഇൻഫ്ലുവൻസും എനിക്കും ഉണ്ടായിട്ട് അദ്ദേഹം തരത്തുമില്ല. അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളായിട്ട് പോകുന്നൊരു ഇൻഡിവിജ്വൽ മനുഷ്യനാണ്. ഐ റെസ്പെക്ട് ഹിം ഫോർ ദാറ്റ് ആൻഡ് ഹീ റെസ്പെക്ട് മീ ഫോർ വാട്ട് ഐ ആം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു നമ്മുടെ മാമൻ മച്ചാൻ ബന്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന് കുറച്ച് ഹെൽപ്പ് ചെയ്യും, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇടും, അങ്ങനെ ഒരു പരിപാടിയില്ല. പുള്ളിയുടെ ലൈഫായിട്ട് അങ്ങ് പോകും, നമ്മുടെ ലൈഫായിട്ട് അങ്ങോട്ട് പോകും. പുള്ളി എവിടെ എന്നെ പറ്റിയും പറയത്തില്ല, ഞാൻ എവിടെയും പുള്ളിനെ പറ്റിയും പറയത്തില്ല. സോ വി ആർ വെരി ഹാപ്പി. മെയിനായിട്ട് കാടുകളാണ് ഇഷ്ടം. ഒരു കാട്ടുവാസി എന്നൊക്കെ പറയാം. ഒരുപാട് കാടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് വെള്ളച്ചാട്ടം, ഇതൊക്കെ ഭയങ്കര നേച്ചർ ലൈക്ക് ബീച്ചസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യില്ല. എപ്പോഴും ഒരു വർക്കിന് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടി ഗ്യാപ്പ് ഓടിപ്പോവും. പിന്നെ കൊച്ചിയിൽ മറ്റേ ഇവിടെ ഇല്ലേ നമ്മൾ ചീനവല, അവിടെ പോയിരിക്കും. അവിടെ ചേട്ടന്മാരായിട്ട് കമ്പനി അടിച്ച് അവിടെ ഇരിക്കും. അതൊക്കെ ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മളൊന്നും എവിടെ പോകുന്നവരല്ല, നമ്മളൊക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ്. നമ്മളൊക്കെ സാധാരണ ആളുകളാണ്. അവരൊക്കെ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന ആഗ്രഹിക്കുന്ന ആളാണ്.